ബിസിനസ്സുകാരോടാണ്. നിങ്ങളൊരു കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അത് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണോ അതല്ല അതിലുള്ള ജീവനക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നിങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യാൻ പോകുന്നത്, മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ആദ്യമേ പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ തീർച്ചയായും ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ജോലിക്കാർ ആവശ്യമാണ്, പീപ്പിൾ ആവശ്യമാണ്. ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ബിസിനസ്സുമായി നിങ്ങൾ 1-2 വർഷം മുന്നോട്ട് പോയാൽ പിന്നെ ഈ ആളുകളായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ കോർ വാല്യൂസ് എന്ന് പറയുന്ന നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാല്യൂസിൽ നിങ്ങൾ ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് വീക്ഷണത്തെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോകുന്ന നിങ്ങൾ കാണുന്ന വലിയ സ്വപ്നങ്ങളിലൊക്കെ നിങ്ങൾ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ട തരത്തിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസവും നിങ്ങൾക്ക് വേണ്ട. അത് ഈവൻ നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ പോലും. അപ്പോൾ ഇവർക്കൊക്കെ ചിന്താഗതിയിൽ മാറ്റം വരാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല പ്രോഫിറ്റബിളായിട്ടുള്ളതോ സാലറി കൂടിയതോ ആയ ഓപ്പർച്യൂണിറ്റികൾ ഇവർക്ക് വരാം. ചിലപ്പോൾ അതേ ഒരു സംവിധാനം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ വളരെ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ആ ബിസിനസ്സിൻ്റെ പ്രോസസ്സിനെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആക്കുക എന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിൻ്റെ ഒരു ഫ്ലോയെ ഉണ്ടാക്കുകയും ചെയ്യണം. ഇപ്പോൾ ചില കാര്യങ്ങൾ ചില ആളുകളായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അവരാരോടൊക്കെയാണ് സമീപിക്കുന്നത്, എന്തൊക്കെ മെത്തേഡുകളിലൂടെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി എഴുതി വെക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് എന്ന് ഒരു ബിസിനസ് ഓണറാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇന്ന ആളിൽ നിന്ന് ആ പേപ്പർ ഇങ്ങോട്ട് പോകുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, ആ കൃത്യമായ ഒരു ഫ്ലോ നിങ്ങളിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു ബിസിനസ്സിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. എപ്പോഴും പീപ്പിൾ വളരെ പ്രധാനമാണ്, ജോലിക്കാർ വളരെ പ്രധാനമാണ് നമ്മുടെ ബിസിനസ്സിൽ. പക്ഷേ പീപ്പിൾ ഡിപ്പെൻഡൻ്റ് ആവുവാൻ പാടില്ല. അവരെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അടികൾ ലഭിച്ചുകൊണ്ടിരിക്കും, വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ബിസിനസ് സ്വപ്നങ്ങളെ തന്നെ വളരെ ആഴത്തിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നമുക്കതിൽ ചെയ്യാനുള്ളത്? ഒന്നാമതായിട്ട്, നിങ്ങൾ ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇനി തുടങ്ങിയ ഒരു ബിസിനസ്സാണ് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി പ്രിപ്പയർ ചെയ്യുന്നൊരു സാധനങ്ങളാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആവാം. അതൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തവിടെ നടക്കുന്നു എന്നുള്ളത് റെക്കോർഡിക്കലായിരിക്കണം. എന്ത് ആ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്നു എന്നത് എഴുതി വെക്കപ്പെടുന്നതോ റെക്കോർഡ് ചെയ്യപ്പെടുന്നതോ രേഖപ്പെടുത്തുന്നതോ ആയിരിക്കുക എന്നുള്ളതിൽ നിങ്ങൾ നിർബന്ധം പിടിക്കണം. അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡിക്കലായിരിക്കണം. എഴുതി വെക്കാത്ത ഒരു ട്രാൻസാക്ഷനും നിങ്ങളുടെ ബിസിനസ്സിൽ നടക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ കഴിവിനനുസരിച്ചായിരിക്കും റിസൾട്ട് വരിക. ഉദാഹരണമായി ഒരു ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ, ഹോട്ടലിൽ പാകം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ രുചി ആ കിച്ചണെ ലീഡ് ചെയ്യുന്ന ആളുടെ കഴിവിനനുസരിച്ച് തന്നെയാണ് വരിക. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് സിസ്റ്റത്തെ കൊണ്ടുവരാൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ് മെനു ഉണ്ടായിരിക്കണം. ആ മെനു ആയിരിക്കണം അദ്ദേഹം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചീഫ് കുക്കിന്
ഒരു ഐഡിയ ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മെനുവായിട്ട് മാറണം. കുക്കിൻ്റെ മെനു ഇവിടെ കൊണ്ടുവരുന്ന എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങളുടെ മെനു കുക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ രണ്ട് കൂട്ടർക്കും അത് ഈസിയാണ്. കുക്കിനും ഈസിയാണ്, നമ്മുടെ സ്ഥാപനത്തിനും ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചില കാര്യങ്ങളുണ്ടാവും. ഇത് നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് വേണ്ട ആക്ഷനുകൾ നിങ്ങൾ എടുക്കുക. പെട്ടെന്ന് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ കുറേ പ്രയാസങ്ങളുണ്ടാവാം. പക്ഷേ അത് സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യുവാനും നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളുടെ കൈയുടെ ഉള്ളിൽ നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ കുറേ പണം ഇൻവെസ്റ്റ് ചെയ്തു, അതവിടെ പോയി ഇവിടെ പോയി, അവൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുപോയി, ഇവൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുപോയി എന്നൊക്കെ പറയേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ ഉറച്ചു മനസ്സിലാക്കുക, നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവുന്ന ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ പാളിച്ചയും അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് നിങ്ങൾക്ക് ഒരാളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊരു ഓൺട്രപ്രണറാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ആ ബിസിനസ്സിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുക. ആ ബിസിനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. ഒരു പ്രോഫിറ്റബിലിറ്റി ഉള്ള, ഒരു ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റം അത്യാവശ്യമാണ്. അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യപ്പെടണം. വലിയ ബിസിനസ് ചിന്തകളുമായി നടക്കുന്ന നിങ്ങൾക്ക് വലിയ ബിസിനസ് വിജയങ്ങളുണ്ടാവട്ടെ. പ്രോഫിറ്റബിളായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള ബിസിനസ്സുകളെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം.